ഈ ശബരിമലയിലെ എന്ത് ക്ലോസ്ഡ് സെക്യൂരിറ്റി ആണ് അവിടെ. എങ്ങനെ അവിടെ മോഷ്ടിക്കും? 42 കിലോ സ്വർണ്ണം എങ്ങനെ അവിടെ മോഷ്ടിക്കപ്പെട്ടു? ഒരു കാലഘട്ടം വരുമ്പോ ഈ പറയുന്ന ആദിവാസിപരമായിട്ടുള്ള താഴ്ന്ന ജാതിക്കാരുടെ കാല് പിടിക്കാനായിട്ട് ഉന്നത ജാതിക്കാർ ചെല്ലേണ്ടി വരും ഉറപ്പായിട്ട്. തീർച്ചയായിട്ടും. മൃഗക്കൊഴുപ്പ് കൊണ്ടുവന്ന് നെയ്യാക്കി ശബരിമല അയ്യപ്പൻ അഭിഷേകം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ പാലക്കാട് ജില്ലയിലെ ആ കഥയാണ് കർണാടകത്തിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മുടെ മലയാളി നമ്മുടെ കേരളത്തിന്റെ സ്വന്തം കഥയാണ് കാന്താര സിനിമ. നമ്മുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ കൂർമ്മപരമായിട്ടുള്ള ബുദ്ധി, അതായത് തട്ടിപ്പ് ചെയ്ത് എങ്ങനെ കാശുണ്ടാക്കണമെന്നുള്ള. ആദിവാസികൾക്ക് അതില്ല. അവര് ജനലാലിറ്റിയാ. ശരിക്കും പറഞ്ഞാൽ അവര് ആ ശബരിമല ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിന്റെ പവിത്രത, പക്ഷെ ഭംഗി ഉണ്ടാകത്തില്ല. അവർക്കതിന് ഭംഗി വെച്ച് കഴിഞ്ഞാൽ മോഡൽ കൊടുക്കാനുള്ള കഴിവുകളൊന്നും അവർക്കില്ല. പക്ഷെ ആ ഉള്ള മൂർത്തിക്ക് ശരിക്കും ശക്തി ഉണ്ടാവും. ഇപ്പൊ തന്നെ ശബരിമലയിൽ തന്നെ അന്നുള്ള പൂജകൾ ഏതാണ്ട് 20 വർഷം 30 വർഷത്തേക്ക് ബുക്കിംഗ് ആണെന്നാണ്. അതിന് ശരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും ഞാൻ പറയാണ് ഈ ബുക്കിംഗ് ചെയ്ത് വെച്ച് ഇത്രയും ബുക്കിംഗ് ചെയ്തവരുടെ ഇന്ന് പൈസയും മേടിച്ചിട്ടുണ്ട്. തൊഴാൻ കഴിവില്ലാത്തവന് അവിടെ പോകരുത്, വിശ്വാസം ഇല്ലാത്തവൻ അങ്ങോട്ട് കയറരുത്. അതാണ് ശരിക്കും വേണം. ശരിക്കും പറഞ്ഞാൽ അയ്യപ്പൻ അവിടെ പേടിച്ച് പറിച്ചിരിക്കുന്നു തന്നെ പറയാം. ഈ കൊള്ളരായ്മകളെല്ലാം കണ്ടിട്ട് അതിന്റെ മേളിൽ ഇരുന്ന് വെച്ചാൽ താഴെക്കുടവും കാര്യങ്ങളും എല്ലാം പഴയതായിട്ടുള്ള വല്ലതും ഉണ്ടാവും അപ്പൊ അവിടെ. യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും മിത്തുമായിട്ട് കൂടിക്കലർന്നിട്ടുണ്ടാവാം. അതിൽ യാഥാർത്ഥ്യമേത് ഐതിഹ്യമേത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവാം. ഇന്ന് ആ ഒരു അവസ്ഥയെ വേർതിരിച്ച് കാണിക്കാനായി നമ്മുടെ മുമ്പിൽ ദ റിയാലിറ്റി ബൈ ശാരികയിൽ ഇന്ന് എത്തിയിരിക്കുന്നത് മട്ടുമ്മൽ ദേവസ്ഥാനം മഠാധിപതിയായ ശ്രീ സുജിത്താണ്. നമസ്കാരം. താങ്കൾ പിന്നെയും വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വിവാദങ്ങളല്ല, നമ്മൾ സത്യങ്ങൾ വിളിച്ചു പറയുക. ശരി, സത്യങ്ങൾ. തീർച്ചയായും സത്യങ്ങളെല്ലായ്പ്പോഴും വിവാദങ്ങൾക്ക് അടിസ്ഥാനം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണല്ലോ. അത് സത്യങ്ങൾ ശരിക്കും മൂടി വെക്കുകയാണ് എല്ലാവരും. അതായത് അവരവരുടെ കാര്യങ്ങൾ സാധിക്കാനായിട്ട് സത്യങ്ങളെല്ലാം മറച്ചു. സത്യങ്ങളെല്ലാം വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളല്ല കൂടുതലും മറച്ചു വെക്കുക എന്നുള്ളതാണ്. ഇപ്പം തന്നെ പല വിഷയങ്ങളും കൊണ്ടല്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ച വിഷയങ്ങളിൽ തന്നെ നമ്മൾ സത്യങ്ങൾ തന്നെ വിളിച്ചു പറഞ്ഞു. അതിനകത്ത് ഒരുപാട് പ്രകോപനപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് 90% നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ വന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കള്ളത്തരമല്ല വിളിച്ചു പറയുന്നത്. നമുക്ക് അറിയാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പൊ ഈ പ്രാവശ്യത്തെ വിഷയം ശബരിമല തന്നെ. അതെ. ഇപ്രാവശ്യം നമ്മൾ താങ്കളെ വിളിക്കാനുള്ള കാരണം, താങ്കളുടെ ചാനലുണ്ട് ഇപ്പോൾ മട്ടുമ്മൽ ദേവസ്ഥാനത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ താങ്കളൊരു വീഡിയോ പബ്ലിഷ് ചെയ്തെന്ന് ഞാൻ കാണുകയുണ്ട്. കാരണം പൊളിറ്റിക്കൽ വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാറുണ്ട്, അതിലേക്ക് നമ്മുടെ ചാനൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ് ശബരിമല. നമ്മുടെ പ്രിയപ്പെട്ട ശബരിമലയിൽ നടക്കുന്ന വിഷയങ്ങൾ. എന്ന് വെച്ചാൽ ഞാൻ പ്രിയപ്പെട്ടെന്ന് പറയാൻ കാര്യം, ജാതി ഭേദമന്യേ ആൾക്കാർ ആരാധിക്കുകയും ബഹുമാനത്തോടെയും കാണുകയും ചെയ്യുന്നൊരു ദേവസ്ഥാനമാണ് ശബരിമല. വർഷങ്ങൾ പാരമ്പര്യമുള്ള, നൂറ്റാണ്ടുകളോളം പാരമ്പര്യമുള്ള ഒരു ദേവസ്ഥാനം. കോടിക്കണക്കിന് ജനങ്ങൾ വന്ന് പോകുന്ന ഒരു ദേവസ്ഥാനം. അവിടെ ഒരു മോഷണം നടന്നിരിക്കുന്നു. അവിടെ ഒരു മോഷണമാണോ ഒട്ടനവധി മോഷണങ്ങളാണോ എന്ന് ഇപ്പോഴും അന്വേഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്തിരിക്കുന്ന അവിടുത്തെ പൂജാരിമാരെന്ന് വെപ്പ് എന്ന് പറയപ്പെടുന്ന വ്യക്തികളാണ്. അതായത് അവിടുത്തെ ഉന്നത സ്ഥാനം അലങ്കരിച്ചിരുന്ന് പറയപ്പെടുന്നത്, അതായത് ഞങ്ങളാണ് ഉന്നത സ്ഥാനീയരെന്ന് പറയപ്പെടുന്ന ആൾക്കാരാണ് അവിടെ പൂജാരിമാരായിട്ടിരിക്കുന്നത്. ഓരോ കാലഘട്ടത്തിലും അവിടുത്തെ തന്ത്രിമാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി കൊട്ടിഘോഷങ്ങളാണ് നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരാളാണ് അവിടുന്ന് അത് മോഷ്ടിച്ചിരിക്കുന്നത്. അതായത് അവിടെ ദ്വാരപാലകന്റെ സ്വർണം, അതും 42 കിലോളം വരുന്നത്. അത് 2019 ചെയ്തു, 2024 ചെയ്തപ്പോഴാണ് അത് പിന്നെയും പിടിക്കപ്പെട്ടത്. ഇപ്പോൾ അതിന് അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പും ശബരിമല വിവാദങ്ങളാൽ ചുറ്റപ്പെട്ടിട്ടുണ്ട്, എല്ലായ്പ്പോഴും അത് ചുറ്റപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെയാണ് നമ്മൾ സാധാരണ വാർത്ത ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ താങ്കൾ ഇതുമായിട്ട് സംബന്ധിച്ചൊരു സ്റ്റേറ്റ്മെന്റ് താങ്കൾ ഇൻസ്റ്റാഗ്രാം പേജിൽ കുറിക്കുകയുണ്ടായി, അല്ലെങ്കിൽ പറയുകയുണ്ടായി. അതായത് ശബരിമലയിൽ ഇങ്ങനെയുള്ള കാരണങ്ങൾ ഉണ്ടാവാൻ കാരണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന്റെ കാരണം അവിടെ ഉണ്ടായിരുന്ന ആദിവാസിപരമായിട്ടുള്ള, അതായത് ചാത്തനാണ് അവിടെ ഉണ്ടത്, ശാസ്താവല്ല. അല്ലെങ്കിൽ ശാസ്താവെന്ന് അറിയപ്പെടുന്നത് ചാത്തൻ തന്നെയാണ്. കാലങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന ആദിവാസി ഗോത്ര വിഭാഗമാണ് അത് ആ ഒരു സൃഷ്ടിയെ അല്ലെങ്കിൽ ആ ഒരു മൂർത്തിയെ ആരാധിച്ചിരുന്നത്. അവരെ അവിടെ നിന്ന് അപ്പാടെ ഉന്മൂലനം ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്നൊരു ആരോപണമല്ല, ഒരു ഫാക്ട് ആയിരിക്കാം താങ്കളെ സംബന്ധിച്ചിടത്തോളം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊരു പുതിയതായിരുന്നു. അത് കേട്ടപ്പോൾ തീർച്ചയായിട്ടും താങ്കളിൽ നിന്ന് അത് നേരിട്ട് അറിയണമെന്ന് തോന്നിയതുകൊണ്ടാണ് വീണ്ടും ഞങ്ങൾ താങ്കളെ സമീപിച്ചത്. അതിന് ശരിക്കും പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം നടന്ന മോഷണവും ഇതിന് മുമ്പ് നടന്ന മോഷണവും അതിനും മുമ്പ് നമ്മൾ ഓർമ്മ വെക്കുന്നതിന് മുമ്പ് നടന്ന മോഷണം ആ ഭഗവാനെ തന്നെ മോഷ്ടിച്ചത്.
അതായത് ഒരു ട്രൈബൽസ് ആദിവാസി സമ്പ്രദായപരമായിട്ട് അവർ വെച്ചാരാധിച്ചിരുന്ന ഒരു മൂർത്തിയെ തന്നെയാണ് മോഷ്ടിക്കുക എന്നുള്ളതാണ് ശരിക്കും പറയുന്നത്. ശരിക്കും ആദിവാസികളുടെ ഇരുന്നത്. പക്ഷെ അവർ വെച്ചാരുന്ന ചാത്തൻ, ശാസ്താവ് എന്ന് പറയുന്ന ചാത്തൻ, അത് കൊണ്ടുവന്ന് അവര് രാജഭരണങ്ങളും ബ്രിട്ടീഷുകാരും രാജഭരണങ്ങളൊക്കെ വന്ന സമയത്ത് അവരുടെ മൂല്യപരമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പിടിച്ചെടുക്കുകയും, അതായത് ആദിവാസികൾക്ക് ആരും ചോദിക്കാനും പറയാനും ഇല്ലല്ലോ, അവരെന്ത് വേണമെങ്കിലും കാണിക്കുക. ഇപ്പൊ കഴിഞ്ഞിടക്ക് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പയ്യൻ ബ്രെഡ് തിന്നെന്നും പറഞ്ഞ് എല്ലാരും കൂടെ കെട്ടിവെച്ചത് മധു. അന്നേരം അവർക്കൊരു സംരക്ഷണം ഇന്നേ വരെ കിട്ടിയിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ അവരാണ് മൂല്യപരമായിട്ടുള്ള കാടിൻ്റെ ഉൾക്കാടുകളിലുള്ള സ്വത്തുകളെല്ലാം അവർ പുറം ലോകം കൊണ്ടുവന്ന് കാണിച്ച് കൊടുത്ത് അവരെ ചൂഷണം ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ അവരുടെ മൂർത്തി, അതായത് ചാത്തൻ എന്ന് പറയുന്ന കല്ലടുങ്കോട് മലവാരം വാഴും കാളിയുടെ കൂടെയുള്ള ചാത്തനും ഇതേപോലെ ചാത്തൻ ആയിട്ട് നല്ല രീതിയിൽ അവർ ആചരിച്ചിരുന്നതും നല്ലത് മാത്രം ചെയ്തിരുന്നതുമായിട്ടുള്ള ചാത്തൻ അവർ പിടിച്ചെടുത്തത് വെച്ച് കഴിഞ്ഞാൽ അതിന് മൂല്യങ്ങളുണ്ടായിരുന്നു. ആ മൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ജാതി നമ്മൾ ജാതി പറയുന്നു, ജാതി പറയരുത് എന്ന് പറയുന്നുണ്ട്, ചേച്ചനുണ്ട് ജാതി പറയരുത്, ശരിക്കും പറയിപ്പിക്കുകയാണ്. ശരിക്കും ആദിമപരമായിട്ടുള്ളവരുടെ കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും ഇന്ന് ഈ സമയം വരെ ടേബിളെ വെച്ച് വലിച്ചു വാരി തിന്നുന്നത്. ഒരു പുലയ സമുദായത്തിലുള്ള അരയ സമുദായത്തിലുള്ള മീൻ പിടിക്കാൻ പോയില്ലെന്നുണ്ടെങ്കിൽ ടേബിളിൽ ഇരുന്ന് മീനാരും കഴിക്കുകയല്ല. അത് ശരിയാണ്, വളരെ കറക്റ്റാണ് പറഞ്ഞത്, ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. പാടത്ത് പുലയ സമുദായത്തിലുള്ള ഒരു പാടത്ത് കൃഷി ചെയ്ത അവർ ചെയ്ത ആ അന്ന് പണ്ട് ചെയ്തിരുന്നത് പിന്തുടർന്ന് ഇപ്പൊ പുതിയ ടെക്നോളജികളും കാര്യങ്ങളും വന്ന് ആദ്യമേ ചെയ്തിരുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇന്നില്ല. ശരിക്കും പറഞ്ഞ അവരൊക്കെ ഓടിച്ച് അവരുടെ ടെക്നിക്ക് എല്ലാം പഠിച്ചെടുത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അന്നേരം മലബാരപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യപരമായിട്ടുള്ളതും ആ മൂർത്തിപരമായിട്ടുള്ളതും വെച്ചാരാധനപരമായിട്ടുള്ള ശാസ്താവ് എന്ന് പറയുന്ന ചാത്തൻ എന്തുകൊണ്ട് ആ പേട്ടതുള്ളി ഇരുമുടിക്കെട്ടും കെട്ടി ശബരിമലയിൽ പോകുന്നു? ഇത് നേരെ പോയാൽ പോരെ? നമ്മുടെ ക്ഷേത്രത്തിൽ ഗുരുവായൂരൊക്കെ പോകുന്ന പോലെ നേരെ വാദിക്കാൻ ചെന്നിട്ട് കുളിച്ചു എടുത്ത് കയറി എന്തുകൊണ്ട് കെട്ടും മുറുക്കി പേട്ടതുള്ളി അമ്പും വില്ലും എടുത്ത് അപ്പാച്ചേടിലും ഉണ്ടെറിഞ്ഞ് കഷ്ടപ്പെട്ട് കയറുന്നു? അതിന്റെ വില അതേപോലെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ. ഇപ്പൊ റോഡായി വണ്ടി കയറുന്നു, എല്ലാവിധ സ്വർണ്ണ ആഭരണം, അതായത് വാതിവെപ്പ് എന്ന് പറയുന്ന കർമ്മങ്ങളിലാണ് വടക്കേ ഇന്ത്യയിൽ നിന്ന് ഇത് ചാത്തന് വാതി വെക്കും എന്ന് പറഞ്ഞാൽ വാതി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 100 ഇപ്പൊ 1 ലക്ഷം രൂപ മുടക്കി ഒരു കൃഷി ഇറക്കി, അവന് 1 ലക്ഷം രൂപ മുടക്കി ഇറക്കി, എനിക്ക് തിരിച്ച് 10 ലക്ഷം രൂപ എനിക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി തരികയാണെങ്കിൽ അതിൽ നിന്ന് 1 ലക്ഷം രൂപ അയ്യപ്പന് തരാം. അങ്ങനെ വരുന്ന മുതലാണ് അവിടെ വരുന്നത്. അന്നേരം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇതേപോലെയുള്ള കുമിഞ്ഞുകൂടുന്നതായിട്ടുള്ള സാധനങ്ങൾ വിശ്വാസമില്ലാത്തതായിട്ടുള്ള ഭരണകർത്താക്കളും വിശ്വാസമില്ലാത്തതായിട്ടുള്ള ആൾക്കാരും അതിനകത്ത് നുഴഞ്ഞു കയറി ആ നല്ല പുണ്യമായ സ്ഥലം മലിനമാക്കിയെന്ന് തന്നെ പറയാം. ഒരു ശരിക്കും ആ ശബരിമല എന്ന് പറയാം, നിങ്ങൾ സ്ത്രീ സമൂഹത്തിന് കയറാൻ പറ്റില്ല, കയറാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ അതിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കയറി അത്രയും ദൂരത്ത് ആദിവാസി കാടിനകത്തൂടെ പോകുമ്പോൾ പല പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടാവുന്നത് കൊണ്ട് അന്നത്തെ ആചാരപരമായിട്ട് അത് വേണ്ട. പിന്നെ അറിയാലോ തൊട്ടലും തീണ്ടലും എന്നുള്ളൊരു ഇത് 50 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് കയറാം. അത് നമ്മുടെ ചേർത്തല നങ്ങേലിക്കവലയെ കുറിച്ച് തന്നെ അറിയാലോ, കാരണം ചോദിച്ചപ്പോ ചെത്തിക്കൊടുത്തതാണ്. അന്നേരം നമ്മുടെ സ്വന്തം ചേർത്തലയിൽ തന്നെ നമുക്കത് കാണിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട് നങ്ങേലി. എന്തുകൊണ്ട്? കാരണം ചോദിച്ചപ്പോൾ മുലയെത്തി കൊടുത്തു, ഉടുപ്പിടാൻ പാടില്ല. അങ്ങനെ അത്രക്ക് സമൂഹം, അതായത് രാജഭരണപരമായിട്ടുള്ളവരുടെ തേർവാഴ്ചകളാണ് വെച്ച് കഴിഞ്ഞാൽ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചെടുക്കുക, എന്തും പിടിച്ചെടുക്കുക. ഈ ആദിവാസി സമ്പ്രദായത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് എനിക്ക് 1800-കളിലാണ് ശബരിമല സൃഷ്ടിക്കപ്പെടുന്നത്. അതായത് രാജാവ് സൃഷ്ടിക്കപ്പെടുന്നതായിട്ട് അവിടെ ആദ്യത്തെ പ്രതിഷ്ഠ നടക്കുന്നു തോന്നുന്നു 1800-കളിൽ. അതായത് ആദിവാസികൾ അതിന് മുമ്പ് ഉണ്ടായി. ഇത് രാജാവിന്റെ കാലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ അതിന് മുമ്പ് ഉണ്ടായ കാര്യമാണ് ആശാൻ ഇപ്പൊ ഇവിടെ പറയുന്നത്. അപ്പൊ അന്ന് കുറച്ച് ആൾക്കാർ, ആദിവാസി സമൂഹത്തിലെ കുറച്ച് ആൾക്കാരാണ് അദ്ദേഹത്തെ പൂജിച്ചിരുന്നത്. അതായത് ഈ ചാത്തൻ എന്ന് പറയുന്ന അവിടുത്തെ പ്രതിഷ്ഠ പൂജിച്ചിരുന്നത് ആദിവാസികളായിരുന്നു.
പക്ഷെ അത് മാറി പിന്നീട് ഈ ബ്രാഹ്മണർ, ഉന്നത കുല ജാതർ, ബ്രാഹ്മണർ ആരോ ആയിക്കോട്ടെ, ഉന്നത കുല ജാതർ എന്ന് സ്വയം പറയപ്പെടുന്ന ആൾക്കാരെ അവിടെ അവരോധിക്കുന്നു. അവരെ അതിനുശേഷം നൂറ്റാണ്ടുകൾക്കിപ്പുറം ചാത്തൻ തിരിച്ചടിക്കുന്നത് പോലെ അതേ ആൾക്കാരെ തന്നെ അവിടുന്ന് കുലം പിടിക്കും, അല്ലെങ്കിൽ ആ ഒരു പുണ്യഭൂമിയെ നശിപ്പിക്കുന്നതിനായിട്ട് അവിടുത്തെ അദ്ദേഹത്തിന് കൊടുത്ത, അതായത് ആ മൂർത്തിക്ക് കൊടുത്ത സ്വർണ്ണ സംഭവങ്ങളെല്ലാം, അതായത് ഭക്തർ കൊടുത്തതാണല്ലോ സ്വർണ്ണം പൂശാനായിട്ട്, അതെല്ലാം അത് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. അത് ഇഷ്ടമുള്ള പ്രശസ്തരായ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നു. ഏതാണ്ട് 42 കിലോ എന്ന് പറയുമ്പം ഏതാണ്ട് എത്ര കോടികളുടെ ആസ്തി വരുന്നു. അപ്പോൾ ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? ആ മൂർത്തിയുടെ ശാപമായിരിക്കും. ശരിക്കും ഇപ്പൊ അവിടെ അനുഗ്രഹം ചൊരിയുന്നുണ്ടോ അയ്യപ്പൻ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കച്ചവട സ്ഥലമായിട്ട് മാറ്റിയത്. കച്ചവട സ്ഥലം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഉണ്ണിയപ്പം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനവിടെ ഏജന്റുമാരാക്കി. അതെ. ഇപ്പം നെയ്യ് തന്നെ, നെയ്യിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നെയ്യ് എന്ന് പറയുമ്പോൾ മൃഗക്കൊഴുപ്പ് കൊണ്ടുവന്നിട്ട്, വടക്കേ ഇന്ത്യകളിൽ നിന്നും മൃഗങ്ങളെ വെട്ടാറില്ല, മൃഗക്കൊഴുപ്പ് കൊണ്ടുവന്ന് നെയ്യാക്കി ശബരിമല അയ്യപ്പന് അഭിഷേകം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നിയമപാലകരൊന്നും അത് ശ്രദ്ധിക്കുന്നില്ല. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നൊരു കാര്യം പറയട്ടെ ആശാൻ. 1857 നമ്മുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര സേന വിപ്ലവം നടക്കുന്ന കാലത്ത് മൃഗക്കൊഴുപ്പ് അടങ്ങിയ കാറ്റഡിജസ് കടിച്ചെടുക്കണം. അത് മറ്റേ മൃഗക്കൊഴുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷിദ്ധമായ ജാതിക്കാരനകത്താണ്, അത് പഞ്ചാബികളും മറ്റുള്ള ആൾക്കാരും ഒക്കെ. അതവർ ചെയ്യില്ല എന്നും പറഞ്ഞ് ആ സൈനികർ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ ഇന്ത്യൻ സൈന്യമാണ് യുദ്ധം പുറപ്പെടുവിക്കുന്നത്, സമരം, സിവിൽ വാർ. അത് എൻ്റെ മെയിൻ റീസൺ ഈ മൃഗക്കൊഴുപ്പായിരുന്നു. മൃഗക്കൊഴുപ്പ് അടങ്ങിയ കാറ്റഡിച്ച് വെടിയുണ്ടകൾ ഞങ്ങൾക്ക് കടിച്ചെടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാണ് വിപ്ലവം. അത് പരാജയപ്പെട്ടു പോയി. എങ്കിലും അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമുക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഇത് ഇപ്പോൾ ഇവിടെ അത് അനുസ്യൂതം, അതായത് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മുടെ ഒരു പുണ്യഭൂമിയിൽ അത് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനുശേഷം ഷോക്കിംഗ് ന്യൂസ് ആണത്. അത് ശരിക്കും നടക്കുന്ന കാര്യങ്ങളാണ്. വെച്ച് കഴിഞ്ഞാൽ ഞാൻ മഠത്തിലേക്കാണെങ്കിൽ ഇപ്പം മിൽമയുടെ നെയ്യ് മേടിക്കുന്നുണ്ട്. മിൽമയുടെ നെയ്യ് അത്യാവശ്യം കുഴപ്പമില്ല, വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. മറ്റ് പല ബ്രാൻഡുകളുണ്ട്. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഞാനത് ഓരോ ബ്രാൻഡുകൾ കാണിച്ചു തരാം. വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കരുത്, അതായത് നിങ്ങളിത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ കടക്കാർ പറയണം, നിങ്ങളിത് ഉപയോഗിക്കരുത്, ഇത് വിളക്കിന, ഇത് നമുക്ക് പറ്റണതല്ല, ഇത് മിക്സിങ്ങാ. കടക്കാർ തന്നെ പറയും ഇത് മിക്സിങ്, വില കുറവാണ് മിക്സിങ്. നമ്മൾ വിലയല്ല നമ്മൾ നോക്കുന്നത്, നല്ല ക്വാളിറ്റി, നമ്മൾ ആ മൂർത്തിഭാവത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതായിരിക്കണമെന്നുള്ള അതിൻ്റെ ഫലങ്ങളെ നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം തന്നെ ശബരിമല അയ്യപ്പൻ പുലിപ്പാല് കൊണ്ടുവന്ന് എന്നൊക്കെ പറയും, റാണിക്ക് കൊടുക്കും. ഈ ശബരിമല അയ്യപ്പന് ഇത്രയും പുലികളാ, എങ്ങനെ പുലികൾ കൂടെ വന്നതിന് മെയിൻ കാരണങ്ങളുണ്ട്. ആദിവാസി സമ്പ്രദായപരമായിട്ട് കാടുകെട്ടെന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. കാടുകെട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആരെങ്കിലും ഏതെങ്കിലും ആദിവാസിപരമായിട്ടുള്ളവർ ഈ നമ്മുടെ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും. ശരിക്കും ഈ കാടുകെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടക്ക്, ആ കാട്ടിലേക്ക് വേട്ടക്കിറങ്ങി മൃഗങ്ങളെ കൊല്ലുന്നൊരു, മനുഷ്യരറിയാല്ല നമുക്ക് തിന്നാൻ പറ്റുന്നതായിട്ടുള്ളതല്ല നമ്മൾ കൊല്ലണത്. എല്ലാവർക്കും അതീവപരമായിട്ട് ചില ആൾക്കാർ കണ്ടിട്ട് കൊട്ടാരം പോലത്തെ വീടുകളും ആഡംബരം എന്ന് പറഞ്ഞ പോലെ അവനൊരു കോഴിയുടെ ഇറച്ചിയെ കഴിക്കുള്ളൂ. 1 കിലോ ഇറച്ചിയായിരിക്കും, മാംസമായിരിക്കും അവൻ കഴിക്കുന്നത്, പക്ഷെ അവൻ 100 കിലോത്തിനെ കൊല്ലും. അന്നേരം മൂപ്പന്മാര്, കാട്ടിലുള്ള മൂപ്പന്മാരായിട്ടുള്ള ഒരു കാടുകെട്ടെന്ന് പറയുന്ന ഒരു വേരാണത്. ഞാൻ ചെയ്തിട്ടുണ്ട്, അത് എനിക്കറിയാം. അത് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കാടിന് സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അതായത് ഇവർ തോക്കുമൊക്കെ ആയിട്ടല്ലേ വരുന്നത്. ഇവർ വന്നു കഴിഞ്ഞാൽ മൃഗങ്ങളെ എല്ലാത്തിനും വേട്ടയാടാതിരിക്കാൻ വേണ്ടി കാടുകെട്ട് ചെയ്തു വെക്കും. അന്നേരം പുറത്തുനിന്ന് വരുന്നവർക്ക് അതിനകത്തേക്ക് അത് കവർ ചെയ്ത് കയറി കഴിഞ്ഞാൽ അവർക്ക് വഴിതെറ്റും, മൃഗങ്ങളെ കാണാൻ പറ്റാതെ തിരിച്ചു പോരേണ്ടി വരും. ശരിക്കും ഉള്ളതാണ്. വഴിതെറ്റും, തീർച്ചയായിട്ടും വഴിതെറ്റും. അത് കഴിഞ്ഞാൽ അത് അങ്ങനെയായിരുന്നു സംരക്ഷിച്ചിട്ടിരുന്ന. അവരെ ഇന്ന് ഭീഷണി, അതായത് ശരിക്കും പറഞ്ഞാൽ ഭീഷണിയല്ല, ശക്തി കൊണ്ടവരെ നേരിട്ട്. അവർക്ക് കരുത്തില്ല. അതായത് കാന്താര സിനിമയുടെ അകത്ത് തന്നെ കാണുന്നില്ല, അവരെ ശരിക്കും ശരിക്കും കാന്താര സിനിമ കല്ലടിങ്കോട് മലബാരം നമ്മുടെ പാലക്കാട് ജില്ലയിലെ ആ കഥയാണ് കർണാടകത്തിലേക്ക് കൊണ്ടുപോയത്. നമ്മുടെ മലയാളി നമ്മുടെ കേരളത്തിന്റെ സ്വന്തം കഥയാണ് കാന്താര സിനിമ. അതായത് കല്ലടിങ്കോട് മലബാരത്തിൽ കാണുന്ന ആ കുളം അതിനകത്ത് കിണറായിട്ടാണ് കാണിക്കുന്നത്. അവിടെ കാളിയാണ് ഇരിക്കുന്നത്. പിന്നെ അതിനകത്ത് ചെറിയ ഫേക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുണ്ട്. അതിനകത്ത് കാണുന്നതായിട്ടുള്ള
ചാത്തൻ എന്ന് പറയുന്നത് കല്ലടിക്കോട് മലബാർ ചാത്തൻ തന്നെയാണ്. അവരുടെ ട്രൈബൽസ് ആയിട്ടുള്ള കാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഈ കർണാടകയിൽ ഇത്ര വലിയ ഫോറസ്റ്റിനകത്ത് കുരുമുളകും ഏലോ കുരുമുളകും ഇല്ല. അത് ഇടുക്കിയിൽ മാത്രമേ ഉള്ളൂ. ശരിക്കും പാലക്കാട്, ഇടുക്കി അങ്ങനെയുള്ള കല്ലടിക്കോട് ശരിക്കും വട്ടവട എന്നൊക്കെ പറയുന്നത് എന്താ അതിമനോഹരമായ അങ്ങനെ നമ്മുടെ സ്വന്തം കേരളത്തിലെ കഥ അവര് കൊണ്ടുപോയി കാശുണ്ടാക്കി. ഇവിടുത്തെ കഥയാണത്. എന്നാൽ ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ കഥ ചെയ്താൽ ഇവിടെ മൊത്തം പ്രശ്നമല്ല. നമുക്ക് ഋഷഭ് ഷെട്ടിയോട് ചോദിക്കാം, ഈ മൂലകഥ താങ്കൾ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നത് തന്നെയാണ്. അത് തീർച്ചയായിട്ടും അതിനകത്തൊരു മാറ്റവും ഇല്ല. അതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഥ ആരും പറയാത്തതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിവാസി സമ്പ്രദായപരമായിട്ടുള്ള ഇതേപോലെയുള്ള സേവാപരമായിട്ടുള്ള ആൾക്കാർക്ക് അത് പറയാനായിട്ട് അവർക്കൊരു വേദികളില്ല. ശരിക്കും പറഞ്ഞു ഒരു വേദി കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അവരെ അടിച്ചമർത്താനായിട്ട് ഒരുപാട് പേരുണ്ടാവും. അതെ, ഇതിന്റെ പേരിൽ കുറെ അധികം കള്ളത്തരങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ നമ്മുടെ വീഡിയോയിലാണെങ്കിൽ താങ്കൾ പറഞ്ഞിരുന്നു, ഇപ്പൊ ചാത്തൻ സേവ അല്ലെങ്കിൽ ചാത്തൻ സേവ മഠങ്ങൾ എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാരെ പറ്റിക്കുന്നുണ്ട്. ആശാനടിക്ക് തന്നെ ഒരുപാട് ആൾക്കാർ കരഞ്ഞുകൊണ്ട് വരാറുണ്ട്. എൻ്റെ ഇത് ഇത്ര ലക്ഷങ്ങൾ വാങ്ങിച്ചു, ഇത് എന്നെ പറ്റിച്ചു, ഇതൊക്കെ ഉള്ളതാണോ? ഇത് ആൾക്കാർ നല്ല ഏതാണ് ചീത്ത ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. ഇതൊരു ബിസിനസ് ആയിട്ട് ഇപ്പോൾ ശബരിമല താങ്കൾ പറഞ്ഞല്ലോ ബിസിനസ് കേന്ദ്രമാക്കി മാറ്റി എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ചാത്തന്റെ കാര്യത്തിലും കുറെ അധികം മഠങ്ങൾ. തീർച്ചയായിട്ടും അതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മള് പഴയ ഇപ്പോൾ രാജകൊട്ടാരപരമായിട്ടും അവരുടെ കൈവശം വെച്ചിരിക്കുന്നതാണിത്. അന്നേരം അവരുടെ കൈവശം വെച്ച് ഇപ്പം ഇത് കൊണ്ടുവരുന്നുണ്ടോ, തിരുവാഭരണം കൊണ്ടുവരുന്നു, അതിനകത്ത് ഒരു ആദിവാസി ഉണ്ടാവില്ല. എല്ലാ പ്രാവശ്യം ഉണ്ടാവും. അതെ അതെ അതെ, ഇപ്പോഴാണ് അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അത് വേണോ? അതില്ലാതെ പറ്റത്തില്ല. അതെന്ത് വെച്ച് അവരെ കൂലിക്ക് കൊണ്ടുവരിക. ശരിക്കും അവരുടെയാണത്. അതെ, ഈ മൂല്യങ്ങളെല്ലാം രാജഭരണത്തിന് ഈ കാട്ടിലേക്ക് ഈ നടക്കുന്ന ശാസ്താവിന് ഇത്രയും സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ പറയുന്നത് അർത്ഥവസ്ഥ നീ തന്നെ ഞാൻ തന്നെ. അതെ, നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മുടേത് തന്നെയാണത് എന്നുള്ള ആ രീതി മാറ്റി എൻ്റേത് എൻ്റെ മാത്രം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോയി. അച്ഛാ, നമ്മൾ ഈ ആദിവാസി സമൂഹത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതായത് ശബരിമലയിൽ അവർക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് താങ്കൾ ഇത്ര നേരം സംസാരിച്ചത്. ശരിക്കും അവരാണ് അതിൻ്റെ എല്ലാ അവകാശികളും. അവരിൽ നിന്ന് തട്ടിപ്പറിക്കപ്പെട്ടതാണെന്ന് താങ്കൾ പലവട്ടം പറയുന്നുണ്ട്. അപ്പോഴും ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, അപ്പോൾ എങ്ങനെയാണ് ഈ അയ്യപ്പൻ പുലിപ്പുറത്ത് വരുന്ന ചിത്രമാണ് ഞങ്ങളൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. അയ്യപ്പൻ ഇത്രയും 5-6 എത്രയോ 10-12 പുലികളെല്ലാം അദ്ദേഹത്തിൻ്റെ പുറകെ വരുന്നു. അദ്ദേഹം അവിടെ പിന്നെ പുലിപ്പാൽ അമ്മയ്ക്ക് വേണ്ടിയിട്ടത് എങ്ങനെ ഈ പുലികൾ വരുന്നു? അദ്ദേഹം ശിക്ഷണത്തിന് ശേഷം, അതായത് മകൻ അദ്ദേഹത്തിൻ്റെ ബാല്യത്തിൽ ഈ രാജകുമാരന്മാരൊക്കെ കളരി പഠിക്കാനും മറ്റ് പഠനത്തിനായിട്ട് പോകുമല്ലോ ആശ്രമങ്ങളിലേക്ക്. അതിനുശേഷം തിരിച്ചു വരുമ്പോഴാണ് അമ്മ രോഗാതുരയായി കിടക്കുന്ന കാണുകയും അതിനുശേഷം അദ്ദേഹം കാട്ടിലേക്ക് പോയി പുലികളെ എല്ലാം മറ്റേ എന്താണ് ആട്ടുമോളെ കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവരുന്നൊരു സീനുണ്ട്. അത് പുള്ളി ആയുധകലകൾ പഠിച്ചത് മാരാരിക്കുളം, നമ്മുടെ ചേർത്തലയിൽ തന്നെയാണ് പുള്ളി ആയുധകല പഠിച്ചത്. മാരാരിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത്. അന്നേരം ഈ പറയുന്നതായിട്ടുള്ള നമുക്ക് മൃഗങ്ങളെ എല്ലാത്തിനെയും ശിക്ഷണത്തിന് കൊണ്ടുവരാൻ പറ്റും. ശിക്ഷണത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഉപദ്രവിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കൂടെ ഉണ്ടാവും. ട്രൈബൽസിലായിട്ടുള്ള ആദിവാസികൾ മൃഗങ്ങളെ വിളിച്ചു വരുത്താനും അവരുടെ ആയിട്ട് ഇണങ്ങി ജീവിക്കുന്നതായിട്ടുള്ള ഒരുപാടുണ്ടാവും. നമ്മുടെ അരിക്കൊമ്പൻ ആദിവാസികളാണ് അവരെ അതിനെ അനുനയിച്ചിരുന്നെങ്കിൽ അത് ഉപദ്രവിക്കത്തില്ല. എന്തുകൊണ്ടാണ്? നമ്മുടേതായിട്ടുള്ള നിയമങ്ങളും വാഴ്ചകൾ ഞങ്ങൾ വലുതാണ് എന്തോരം ബലം പിടിച്ച് അത് ഇനിയും തിരിച്ചു വരും. അതിനെ കഷ്ടപ്പെട്ടാണ് മറ്റേ തമിഴ്നാട് വനാതിർത്തിയിലേക്ക് വിട്ടിരിക്കുന്നത്. വൈരാഗ്യങ്ങൾ ഉണ്ടാക്കിയാണ് മൃഗങ്ങളിൽ നിന്ന്. അതുണ്ടാവും. വാനപ്പക ഭയങ്കര പകയാണല്ലോ. ശരിക്കും വൈരാഗ്യങ്ങൾ ഉണ്ടാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ശരിക്കും മേശപ്പുറത്തുള്ള രീതിയിലേക്ക് പോകും. എല്ലാം മേശപ്പുറത്ത് വരും. ഒരു മൊബൈലും ഒരു ഉണ്ടെങ്കിൽ മേശപ്പുറത്ത് വരും. ഇപ്പൊ നമ്മൾ ഭക്ഷണത്തിന് പണ്ട് നമ്മൾ ഹോട്ടലും തിരക്കി പോണായിരുന്നു. ഇപ്പൊ അതല്ല, സ്വിഗ്ഗി അതേപോലെയുള്ള വീട്ടിൽ വരും. പക്ഷെ അവരങ്ങനെയല്ല. ആദിവാസികൾ അങ്ങനെയല്ല. ശരിക്കും കഷ്ടപ്പെട്ട് തന്നെ അവരെന്ത് സാധനം കൊണ്ടുവന്നാലും അത് ഒരുപാട് ത്യാഗങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. പക്ഷെ അതുങ്ങൾക്ക് വില കിട്ടാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കഷ്ടപ്പെട്ട് അവർ വെച്ചൊരു ആരാധനപരമായിട്ടുള്ള മൂർത്തികളെയൊക്കെ ബലം പിടിച്ച് അവരുടെ കയ്യിരിക്കുന്ന മലന്തേൻ എന്ന് പറയുന്ന തേൻ നമ്മുടെ ഇവിടെ കിട്ടും. മലന്തേൻ എന്ന് പറയുന്ന തേനുകൾ ഇവിടെയും കിട്ടും. തേന് അവരെന്നാണ് അപ്പുറത്ത് ശർക്കര കലക്കി വെച്ചിട്ട് ഇപ്പുറത്ത് കൂട് വെച്ചിരിക്കുകയാണ് വെച്ചാൽ ഈ തേനീച്ച പോയിട്ട് ആ ശർക്കര കൊണ്ടുവന്ന് ഇതിനകത്ത് വെക്കുക. പക്ഷെ കൂട്ടിന്ന് എടുക്കുമ്പോഴത്തെ അത് നമ്മുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ കൂർമ്മപരമായിട്ടുള്ള ബുദ്ധി, അതായത് തട്ടിപ്പ് ചെയ്ത് എങ്ങനെ കാശുണ്ടാക്കണമെന്നുള്ള. ആദിവാസികൾക്ക് അതില്ല. അവർ ജനലാലിറ്റി ശരിക്കും പറഞ്ഞാൽ അവരെ ആ ശബരിമല ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് അതിന്റെ പവിത്രത, പക്ഷെ ഭംഗി ഉണ്ടാകത്തില്ല.
അവർക്ക് അതിന് ഭംഗി വെച്ച് കഴിഞ്ഞാൽ മോഡൽ കൊടുക്കാനുള്ള കഴിവുകളൊന്നും അവർക്കില്ല. പക്ഷെ ആ ഉള്ള മൂർത്തിക്ക് ശരിക്കും ശക്തി ഉണ്ടാവും. പക്ഷെ താങ്കളൊരു സ്റ്റേറ്റ്മെന്റ് എന്നോട് പറഞ്ഞായിരുന്നല്ലോ, അതായത് അയ്യപ്പൻ ഇവിടുന്ന് പഠിച്ച് ശിക്ഷണത്തിന് ചെന്ന് തിരിച്ചു പോയി അയ്യപ്പൻ അവിടെ ചെന്നിട്ടില്ല, പകരം അവിടെ വന്നത് വേറൊരാളാണ്. അതായത് ഇപ്പൊ മൂർത്തിയായിട്ടിരിക്കുന്ന ആളാണ് ഇതെല്ലാം ചെയ്തത്. പകരം അയ്യപ്പൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ, അതായത് പന്തള രാജാവിന്റെ അത് അവര് പറയുന്ന കഥകളിൽ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും വർഷങ്ങൾ എനിക്കൊന്നും ഓർമ്മ നമ്മൾക്കൊന്നും കൂട്ടിയാൽ കൂടാവുന്ന ഓർമ്മയിലൊന്നുമില്ല. ആദിമപരമായിട്ടുള്ള ഇതിൽ പന്തളം രാജകുടുംബം എന്നാ ഉണ്ടായത്, എത്ര തലമുറയായിട്ടുണ്ട് അറിയോ? ഇല്ല, എത്ര അറിയാം, കുറെ തലമുറകൾക്ക് മുമ്പ്. അതൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്ന. ബ്രിട്ടീഷുകാർ വന്ന് പിടിച്ചെടുത്തത് എന്തുകൊണ്ടാ? ബ്രിട്ടീഷുകാർക്ക് അവിടുന്ന് മൂല്യപരമായിട്ടുള്ള, പക്ഷെ അവര് വന്നതിൽ കുറച്ചു ഭാഗം നല്ലതുണ്ട്. ശരിയാണ്, നമ്മുടെ റെയിൽവേ തന്നെ മതിയല്ലോ. റെയിൽവേ ഉണ്ടാക്കിയ കുറെ പാലങ്ങൾ. അതെ. പക്ഷെ ഇപ്പൊ നമ്മളൊരു പാലം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ സെന്റ് മേരീസ് പാലം ചേർത്തലല്ല, ഞാൻ 4 വർഷം പറ്റി. പക്ഷെ തുറവൂര് തൊട്ട് അരൂര് വരെയുള്ള പാലം ഏകദേശമൊക്കെ 70% പണി കഴിഞ്ഞിരിക്കും. അന്നേരം അതേപോലെയാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ. അന്നേരം എല്ലാത്തിനും പിടിച്ചു പറയും കാര്യങ്ങളും, അതിനകത്ത് കമ്മീഷനും കാശും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വേണം. അതായത് ഒരു മൂർത്തിഭാവത്തിന്, ഇപ്പൊ ശബരിമല ഇരിക്കുന്ന മൂർത്തിഭാവത്തിന് കിട്ടുന്ന മൂല്യത്തിന് വേണ്ടിയിട്ടാണ്. തൊഴാൻ കഴിവില്ലാത്തവൻ അവിടെ പോകരുത്, വിശ്വാസം ഇല്ലാത്തവൻ അങ്ങോട്ട് കയറരുത്. അതാണ് ശരിക്കും വേണ്ടത്. അപ്പൊ ഇവിടെ ഈ നമ്മുടെ അമ്പലത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടാണല്ലോ കോടീശ്വരന്മാരാണ് ശബരിമല ഓരോ വർഷം വന്നിട്ട് പോകുന്നത്. ഇപ്പൊ സിനിമാ നടന്മാര്, രജനീകാന്ത്, ധനുഷ്, മന്ത്രിമാര്, ദയാനിധി മാരൻ, സ്റ്റാലിൻ, അങ്ങനെ കുറെ അധികം ആൾക്കാർ അവിടെ വന്ന് ദർശനം നടത്തി പോകുന്നുണ്ട്. കോടീശ്വരന്മാര് പലരും അറിഞ്ഞും അറിയാതെയും ദർശനം നടത്തി പോകുന്നുണ്ട്. അവിടെ കൊടുക്കുന്നത് കോടികളാണ്. ഇത് കാണിക്കയിൽ തന്നെ, കാണിക്ക മാത്രം എണ്ണിത്തിട്ടപ്പോൾ കോടികളാണ്. സത്യത്തിൽ അയ്യപ്പന് കോടികളുടെ ആവശ്യമുണ്ടോ? വേണ്ട. അവിടെ വരുന്നത് നെയ്യും, അവിടെ ഉണ്ടാക്കുന്ന അരോണക്കും, പിന്നെ അവിടെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പവും, പിന്നെ വേണ്ട ഭഗവാന് വേണ്ട പൂജക്കുള്ള പൂവും കാര്യങ്ങൾക്കും അതിന് വലിയ ചിലവുകളൊന്നും അവിടെ വരുന്നില്ല. അത് കഴിഞ്ഞാൽ ഒരു ഇരുമുടി കെട്ടുമ്പോൾ അതിനകത്ത് അരി ഉണ്ടാവും, തേങ്ങ ഉണ്ടാവും, നെയ്യുണ്ടാവും. അതെ അതെ അതെ, മനസ്സിലായി. അത് കഴിഞ്ഞാൽ അയ്യപ്പൻ അവിടെ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം തന്നെയാണ് അതിന് ചൂഷണത്തിന് ഇട്ടുകൊടുത്തിരിക്കുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഇത്രയും ഈ പീഡനം എന്നൊക്കെ പറയല്ലേ, അതിനേലും വലുതാണ്. ശരിക്കും പറഞ്ഞാൽ അയ്യപ്പൻ അവിടെ പേടിച്ച് പറിച്ചിരിക്കുന്നു തന്നെ പറയാം. ഈ കൊള്ളരായ്മകളെല്ലാം കണ്ടിട്ട് അതിന്റെ മേളിൽ ഇരുന്ന വെച്ചാൽ താഴികക്കുടവും കാര്യങ്ങളും എല്ലാം പഴയതായിട്ടുള്ള വല്ലതും ഉണ്ടാവും. അപ്പൊ അവിടെ ഇല്ല. ഈ താഴികക്കുടത്തിന് റേഡിയോ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും എന്നാ പറയുന്നത്. വെച്ചാൽ വില പിടിച്ച കാര്യങ്ങൾ, അത് മറ്റേ സ്വർണം പൂശാനായിട്ട് വന്ന അതിൻ്റെയൊക്കെ തിരക്കി പോയാൽ ഒരുപാട് വലിയ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ അതിന്റെ പുറകെ വരും. കാരണം ഇപ്പോ ജയറാമിന്റെ വീട്ടില്, ജയറാമിന്റെ വീട്ടിൽ ജയറാമിന് തന്നെ ആവശ്യമുള്ള കാര്യമാണ്. ജയറാം കാന്താര സിനിമയുടെ അകത്ത് പോയി അഭിനയിച്ച് അതിന്റെ പുറമെ ശബരിമലയിലെ ഇത് കൊണ്ടുവന്ന, ശബരിമലയിലെ ഒരു പാളി കൊണ്ടുവന്ന വെച്ച ചൈതന്യം ഉണ്ടാവും എന്ന് പറയുന്ന പൊട്ടൻ ചിന്താഗതികളാണ് ശരിക്കും. അതെ അതെ, ഒരു അമ്പലത്തിന്റെ ചൈതന്യമാണോ നമ്മുടെ വീട്ടിലിരിക്കുക? അങ്ങനെയാണെങ്കിൽ എല്ലാ വീടുകളിലും ഒരു ശ്രീകോവിൽ ഉണ്ടാക്കി വെച്ചാൽ പോലെ. നമ്മുടെ ഷർട്ട് എടുത്തിട്ട്, അച്ഛൻ്റെ ഷർട്ട് എടുത്തിട്ട് മകൻ ഇടിയാണെങ്കിൽ അച്ഛനാവുക ഇല്ല. അതിൻ്റെതായിട്ടുള്ള മൂർത്തിഭാവങ്ങളും മൂർത്തി ശക്തികളും അതിൻ്റെ വിഗ്രഹങ്ങളും ഉണ്ട്. ആ വിഗ്രഹങ്ങൾ മതി. അവിടെ ഇരിക്കുന്ന ശക്തിയായിട്ടുള്ള ഒരു കൊച്ചു സാധനമാണ് അവിടെ ഇരിക്കുന്നത്. ഇതിനെ എന്തൊക്കെ വെള്ളപൂശി എന്ന് പറഞ്ഞാലും ആ ശക്തിയിൽ കൂടുതൽ ശക്തി അവിടെ വരത്തില്ല. താങ്കൾ പറയുന്നത് ഈ ചാത്തന്റെ കൂട്ടത്തിലൊരു കാളി, അപ്പൊ മാളികപ്പുറത്തമ്മ കാളിയും അവിടെ ഇരിക്കുന്നത് ശാസ്താവ് ചാത്തനുമായിട്ടാണ് സങ്കല്പം ശരിക്കും. നീലിയമ്മ അതിനകത്ത് വേറൊരു കാര്യം കൊണ്ടുണ്ട്. നീലിയമ്മയുടെ മകൻ കരിങ്കുട്ടിസ്വാമിയാണ് ശാസ്താവെന്നും പറയുന്നുണ്ട്. വിഷ്ണുവായും എന്ന് വെച്ചാൽ അത്രയുള്ള പ്രായമൊന്നും എനിക്കില്ല. എങ്കിലും ഞാൻ പോയി പഠിച്ചതും ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ രീതികളും ഒരു ഉപാസന എടുക്കുന്നവർക്ക് അതിൻ്റെ രീതികൾ അറിയാൻ പറ്റും. ഒരു തന്ത്രിക്ക് കഴിവുള്ളവനാണെന്നോ, ഇപ്പൊ അതിന്റെ തന്ത്രി സമൂഹപരമായിട്ട് നിൽക്കണം. അവര് മക്കളായിട്ട് ഇങ്ങനെ കൈ കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ കാണിച്ചുള്ളവരെ അമ്പലം പോലെ അവിടെ എണ്ണയും തിരിയും മതി. എന്ത് വരുമാനം ബിസിനസ് അല്ല. അതെ, ആർക്കെങ്കിലും എന്തെങ്കിലും അവിടെ കാണിച്ചുള്ളവരെ കൊടുക്കുന്നുണ്ട് കേട്ടോ, അവരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതിന്ന് ഈ പറയുന്ന ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ക്ഷയിച്ചു കിടക്കുന്നതായിട്ടുള്ള ഒത്തിരി ക്ഷേത്ര
തീർച്ചയായിട്ടും എനിക്കും അതോടെ പറയാൻ താങ്കളോട് എത്തിക്കൊണ്ട് പറയട്ടെ. പല ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിരിക്കുന്ന പല ക്ഷേത്രങ്ങളും ഇന്ന് ജീർണാവസ്ഥയിലാണ്. നമ്മൾ അമ്പലത്തിൽ വിസിറ്റ് ചെയ്യുമ്പോൾ പുരാതനമായിട്ട് കിടക്കുന്ന തണ്ണീർമുക്കം, എൻ്റെ സ്വന്തം നാട്ടിലെ തണ്ണീർമുക്കം ആ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൂണുകളും അതിൻ്റെ മേൽക്കൂരകളും സകലം ജീർണിച്ച് ചിതലടിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. അത് വർഷങ്ങൾ, അതായത് ശ്രീനാരായണ ഗുരു വന്ന് പോയൊരു അമ്പലമാണത്. എത്രയോ വർഷത്തെ 200 വർഷത്തിനകത്തും പാരമ്പര്യ ഒരു അമ്പലം. ആ അമ്പലം ഈ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിട്ട് ഒരു ഗുണമില്ലെന്ന് മാത്രമല്ല അത് ദിവസക്കണക്കിന് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണ്ടല്ല, ഈ ക്ഷേത്രങ്ങളിൽ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ വെക്കുന്ന പായസത്തിനെടുക്കുന്ന ശർക്കര പോലും സെക്കൻഡ് ക്വാളിറ്റിയാണ്. ഉറപ്പാണ്. അവിടുത്തെ ശർക്കര പായസം, അതുപോലെ ഈ പറയപ്പെടുന്ന പാൽപ്പായസം വെള്ളമാണോ പാലാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പാൽപ്പായസം. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിപരമായിട്ടുള്ളതും കുടുംബപരമായിട്ടുള്ളതും ക്ഷേത്രങ്ങളൊക്കെ പെട്ടെന്ന് ഉയരുക, അതിന്റെ ചൈതന്യങ്ങൾ കൂടുകയും ചെയ്യണം. അതിന്റെ കാര്യം അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെറുതാണ്. അത് ശരിക്കും പറയണ ചെറിയ ക്ഷേത്രങ്ങളിൽ പോകണമെന്നാണ് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ കുടുംബക്ഷേത്രമുള്ള ആൾക്കാരാണ്. നമ്മുടെയൊക്കെ കുടുംബക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അവിടുന്ന് കിട്ടുന്ന നേദ്യപായസത്തിനൊക്കെ എന്താ രുചി, അതിൽ മായമില്ല. കുറച്ച് ആൾക്കാരേ ഉള്ളൂ അവിടെ, ഒരു 100 പേരായിരിക്കും അവിടെ വരുന്നത്. ഇപ്പൊ ക്ഷേത്രങ്ങളിൽ ക്യൂ വെച്ചിട്ടുണ്ട്, 100 രൂപ ക്യൂ. ഇപ്പൊ ഞാൻ പഴനി കാണിക്കാക്കി സ്കാൻ ചെയ്താൽ പൈസ നോക്കിപ്പോ എന്തിരി അങ്ങനെ ചെയ്യേണ്ട കാര്യം. എങ്ങോട്ട് പോകുന്നു? ദേവസ്വം ബോർഡിലേക്കല്ലേ പോകും. ദേവസ്വം ബോർഡ് എന്ത് ചെയ്യുന്നു? ദേവസ്വം ബോർഡ് എന്ത് ചെയ്യുന്നു? ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു പങ്ക്, ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞു 1 ലക്ഷം രൂപയ്ക്ക് നമ്മളൊരു സംഭവം ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് 10 ലക്ഷം രൂപ കിട്ടണം. ആ 1 ലക്ഷം ആ അമ്പലത്തിന്റെ നന്മയ്ക്കായിട്ട് കൊടുക്കണം. അതാണ് മര്യാദ. ഇപ്പൊ തന്നെ ശബരിമലയിൽ തന്നെ അന്നുള്ള പൂജകൾ ഏതാണ്ട് 20 വർഷം 30 വർഷത്തേക്ക് ബുക്കിംഗ് ആണെന്നാണ്. അതെ, ശരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഞാൻ പറയാണ്, ഈ ബുക്കിംഗ് ചെയ്ത് വെച്ച് ഇത്രയും ബുക്കിംഗ് ചെയ്തവരുടെ ഇന്ന് പൈസയും മേടിച്ചിട്ടുണ്ട്. പിന്നല്ല, ഉറപ്പല്ലേ അത്? പൈസ മേടിച്ചിട്ടുണ്ട്. ഈ പൈസ മേടിച്ചിട്ടുള്ള അന്നുള്ള പൂജക്കുള്ള സാധനങ്ങളെല്ലാം അവിടെ ഉണ്ടോ ഇല്ലയോ? അതായത് ഒരാൾ കെട്ടുമുറുക്കി ചെല്ലുമ്പോൾ കെട്ടിനകത്ത് വരുന്ന അരികൾ, മഞ്ഞപ്പൊടി, കർപ്പൂരം, ചന്ദനത്തിരി, നാളികേരം, ഇത് ആ വരുന്ന ക്ഷേത്രത്തിന് വരുന്നതായിട്ടുള്ള അത്യാവശ്യം വേണ്ടതായിട്ടുള്ള സാധനങ്ങൾ, ആ പൂജാതി സാധനങ്ങൾ വരുന്നതായിട്ടുള്ളതുണ്ട്. അവിടെ വലിയ ബാരൽ പോലത്തെ ടിന്നിനകത്ത് കൊണ്ടുവന്ന് അരി ഇട്ടിട്ട് അരി താഴത്ത് വീണ് പന്നിയും കയറി എലിയും തിന്ന് വൃത്തികേടായിട്ട് കിടക്കുന്ന അവസ്ഥയാണ്. ഇതിനൊക്കെ ആരാണ് ഉത്തരവാദിത്തം പറയുന്നത്? ബോർഡ്. അതിനെ നിയന്ത്രിക്കുന്ന ആരാണ്? നിയന്ത്രണമില്ല. കാശ് മതി അതിനകത്ത്. അത് കഴിഞ്ഞാൽ പല ആൾക്കാരും അവിടെ ചെന്നിട്ട് തൊഴാറില്ല. ഞങ്ങൾ 2 പ്രാവശ്യം അമ്പലം കത്തിച്ചു. ഇനിയിപ്പോ എടുക്കാൻ പറ്റണമെന്ന് പറഞ്ഞാൽ ഇനി കുറച്ചുകൂടെ ആ പടി കൂടെയൊക്കെ ഇളക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും കൂടെയൊക്കെ ഇളക്കി കൊണ്ടുപോകണം. അത് എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മൂർത്തിനെ പഴയ ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ശക്തിയോട്, ശരിക്കും പറയണമെങ്കിൽ എന്തെങ്കിലും മിച്ചം വെച്ചാൽ ഞങ്ങൾക്ക് അവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ കേന്ദ്ര ഭരണം വരണം. അതെ, അത് ശരിയാണ്. ഇപ്പൊ കേന്ദ്ര ഭരണം, ഇപ്പൊ നമുക്ക് അതിലേക്ക് വരുമ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിലെ ക്ഷേത്രങ്ങളെ കുറിച്ച് നോക്കും. എല്ലാവരും കേരളത്തിൽ നിന്നുള്ള അണ്ണന്മാർ വിമർശിക്കും, നോർത്ത് ഇന്ത്യയിൽ മുഴുവനും ടെമ്പിൾസ് ബിസിനസ് ആണെന്ന്. പക്ഷെ അവിടെയുള്ള മൂർത്തികൾ, അവിടുത്തെ എന്തും അടിപൊളിയാണ് അവിടുത്തെ അമ്പലങ്ങൾ. അവിടെ ഇങ്ങനത്തെ നിയമങ്ങളേ ഇല്ല. ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിൽ ചെല്ലുവാണെങ്കിൽ പോലും നമുക്ക് ഏത് സമയത്തും അടുത്ത് നിന്ന് മൂർത്തികളെ തൊഴാം. ഇത് പറ്റുമോ? ഇവിടെ എന്തെല്ലാം നിയമങ്ങളാണ്. ഇപ്പൊ തന്നെ അമ്പലത്തിൽ ഇപ്പൊ എനിക്കത് പറയുമ്പോൾ എനിക്ക് രക്തം തിളയ്ക്കും. കാരണം ഈ ശബരിമലയിലെ എന്ത് ക്ലോസ്ഡ് സെക്യൂരിറ്റിയാണ് അവിടെ, സെക്യൂരിറ്റിയുടെ കേളിയാണ് അവിടെ. എങ്ങനെ അവിടെ മോഷ്ടിക്കും? 42 കിലോ സ്വർണ്ണം എങ്ങനെ അവിടെ മോഷ്ടിക്കപ്പെട്ടു? മൊത്തം പോലീസ് സ്റ്റെപ്പ്, ഒരു പടിക്ക് ഒരു നമ്മളെ പോലീസുകാരാണ് തള്ളിക്കയറ്റി. ഇവിടെ അതെ, അവിടെ സ്വർണ്ണം പൂശിയിരിക്കുന്നതുകൊണ്ട് കേറാനും ഇപ്പൊ പാടാണെന്ന് പറയുന്നു. പടിയെ തൊടിയിച്ചിട്ടില്ല അവിടെ. മിക്കവരും പടിയെ തൊടിയിക്കാറില്ല, വലിച്ചു മേലാട്ട് കൊണ്ടുപോയി ലിഫ്റ്റ് വഴിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട സമയം കഴിഞ്ഞ്. അത് ഏതെങ്കിലും ഒരു ശക്തമായിട്ടുള്ള നിയമങ്ങളോ ശക്തമായിട്ടുള്ള ഒരു ഭരണകർത്താക്കളോ അത് ഏറ്റെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതെ, അതെടുത്തു കഴിഞ്ഞാൽ ആ ശബരിമലയുടെ പൂർവാധികം, അതായത് 100 മേനി ഐശ്വര്യപരമായിട്ടുള്ളതും അതിൽ നിന്നും വരുന്ന വരുമാനത്തിൻ്റെ 10% മാത്രം മതി കേരളത്തിലെ പട്ടിണി മാറ്റാൻ. അതെ, തീർച്ചയായിട്ടും, അതിലൊരു സംശയവുമില്ല. ക്ഷേത്രാചാരപരമായിട്ട് മുടങ്ങിക്കിടക്കുന്നതായിട്ടുള്ള ക്ഷേത്രത്തിന് 1 വർഷത്തെ വരുമാനം ഉണ്ടെങ്കിൽ കെട്ടുകിടക്കുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളെല്ലാം വീണ്ടും നല്ല ചൈതന്യത്തിലേക്ക് വരും. ചേർത്തല അമ്പലം ഉൾപ്പെടെ. അതെ,
ചേർത്തല അമ്പലത്തിന്റെ ഗ്രൗണ്ടും എല്ലാം കാട് പിടിച്ച് കിടക്കുക, എല്ലാം അവരുടെ കയ്യിൽ വെച്ചിരിക്കും. അതിന് എന്ത് പ്രയോജനം? ഒന്നുമില്ല. ഒരു എരിട്ടീൻ തടിയും പോലും ആദ്യമേ കൊടുത്തിരുന്ന ക്വാളിറ്റിയോ വല്ലതും ഇപ്പോഴുണ്ടാ? ഞാൻ എഴുതി വെച്ചിരിക്കും, എനിക്ക് 2026 പിന്നെ ഓഗസ്റ്റിലെങ്ങാണ്ട് കിട്ടും. എന്തുകൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല? അതെ, എന്തുകൊണ്ട് അന്നന്ന് ചെയ്തു കൊടുക്കാം? അന്നേരം ഒരു അവിടുത്തെ ചെയ്യുന്ന ആ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാരില്ലാത്തത് കൊണ്ടാണ് മടിയ. ഞങ്ങൾ ഇത്രേ ചെയ്യുള്ളൂ, ഞങ്ങൾ ശമ്പളത്തിന് 800 രൂപ ശമ്പളത്തിന് അയക്കണം, അതുകൊണ്ട് ഇത്രേ ചെയ്യുള്ളൂ. അതല്ല, അവിടെ വരുന്ന കർമ്മങ്ങൾ കൃത്യമായിട്ട് ആ ദേവീനെ അവരുടെ വിശ്വാസങ്ങളിൽ കാത്തു സൂക്ഷിച്ച് അവർ കൊണ്ടുവന്ന് ഒരു പിടി നാണയം കൊണ്ടുവന്ന് അവരുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് അവരുടെ ഒരു ആഗ്രഹസാധ്യത്തിന് വരുന്ന ആ വിശ്വാസങ്ങളെ തടസ്സപ്പെടുത്തി അവരുടെ ഇഷ്ടത്തിന് വളച്ചൊടിച്ച് വർഷങ്ങൾ നീട്ടിയാണ് അവരുടെ കാര്യസാധ്യത. അതിൽ നിന്ന് വ്യത്യാസമാണ് വാരനാട് ദേവീക്ഷേത്രം. കാർത്യായനി അമ്മ ഇരിക്കുന്ന, നമ്മൾ ചേർത്തല ഇരുന്നിട്ടാണ്, ചേർത്തല മണ്ടിരുന്ന് ഇപ്പോൾ സംസാരിക്കുന്നത്. നമ്മളതിനെ നമ്മൾ തിരിഞ്ഞ് നേരെ നോക്കിയാൽ ദേവിയാണ് നമ്മളെ നോക്കുന്നത്. ഭയങ്കര പവർഫുൾ ഡേറ്റി ആണ് എന്നാണ് അറിയപ്പെടുന്നത് ഐതിഹ്യപരമായിട്ട്. കാർത്യായനി നമ്മുടെ ചേർത്തല. പക്ഷെ അവിടെയുള്ള ഭരണകർത്താക്കളുടെയും ജീവനക്കാരുടെയും പിന്നെ എന്താ പറയുക മടി എന്ന് പറയുന്ന കാരണം അത് ഇങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. മറിച്ച് നമ്മൾ നേരെ നോക്കി ചെല്ലേണ്ട സ്ഥലമുണ്ട്, നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വാരനാട്. അവിടെ ഇരിക്കുന്ന ദേവിയുടെ പവർ എന്ന് പറഞ്ഞാൽ അമ്പലം നമ്മൾ സ്വർണ്ണ പ്രഭയിലേക്കാണ് കയറി ചെല്ലുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ഒരു ലോഡ് കരിക്കാണ് വരുന്നത്, ഒരു ലോഡ് ആണോ? അവിടെ കരിക്ക് വെള്ളിയാഴ്ച ചൊവ്വാഴ്ച വൈകുന്നേരം അവിടെ കരിക്കില്ല. കാരണം ഞാൻ അവിടെ പോകുന്ന ഒരാളാണ്, സ്ഥിരമായി പോകുന്ന ഒരു വ്യക്തിയാണ്. അന്നദാനം എന്ത് സൂപ്പർ അന്നദാനം, അത് നമ്മൾ ഒരുമിച്ച് പറയും. കാരണം ആ ഐശ്വര്യം അമ്പലത്തിൽ കാണാനുണ്ട്. മുക്കിലും മൂലയിലും അവിടെ ഇരിക്കുന്ന ജീവനക്കാർ അത്ര അഹോരാത്രം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള പരിപാടികളും അവിടെ തടവഴിപാട് വലിയ വിലയൊന്നുമില്ല. എന്താണ് 100 രൂപ 120 രൂപ കണ്ടേ ഉള്ളൂ. 5-6 അട തരും. ശർക്കരയും തേങ്ങയുടെ ഒക്കെ അബൻഡൻസ് ആണ്. അത് പറയുമ്പോൾ തന്നെ നമുക്ക് കൊതി വരുവാണ്. പലഹാരമല്ല, നേദ്യമാണെങ്കിൽ പോലും. അത് ഇപ്പൊ കണിച്ചുളങ്ങര അമ്പലം, ചേർത്തല അമ്പലം, നമ്മുടെ വാരനാട്ടമ്പലം, അന്നേരം അതേപോലെ ഓരോ ഇതിപ്പോ 3 അമ്പലത്തിൽ 2 അമ്പലം നല്ല ഹൈ ക്ലാസ്സിൽ നിൽക്കുന്നു. കാരണം അത് അവരുടെ ദേവസ്വത്തിന്റെയാണ്, തിരുവിതാംകൂറല്ല. തിരുവിതാംകൂർ ഏറ്റുകഴിഞ്ഞ ശബരിമലയുടെ അവസ്ഥ, ശബരിമല മാത്രമല്ല ഇനിയിപ്പോ ഗുരുവായൂർ അവസ്ഥ അതെ വളരെ മോശമാണ്. അവിടെ കൃഷ്ണൻ ഇല്ലെന്നാണല്ലോ പറയുന്ന കാലങ്ങളായിട്ട്. കൃഷ്ണൻ അല്ലല്ലോ അവിടെ ഇരിക്കുന്നത്, അവിടെ ഭഗവാൻ മഹാവിഷ്ണുവാണ് ഇരിക്കുന്നത്. കൃഷ്ണനാണെന്ന് പറഞ്ഞാണ് ഇരുത്തിയിരിക്കുന്നത്. ഇന്നും എൻ്റെ ഒരു വിഷമമാണ് ആശാനെ, അവിടെ നിന്ന് ആ ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്ന് ഒരു സാധാരണക്കാരനെ കൈകൂപ്പി തൊഴാൻ സാധിക്കില്ല. അതെന്തുകൊണ്ട് VVIPകൾക്ക് സാധിക്കുന്നു? അത് അവർക്ക് ശിങ്കിടികളുണ്ട് അവിടെ, അവർക്ക് പൈസ 1000 രൂപയുടെ ടോക്കൺ എടുത്താൽ നമുക്ക് സുഖമായിട്ട് പോയി ഭഗവാനെ കാണാൻ 1000 രൂപ. നിങ്ങൾ BMW ഓടി കാറിലോ ചെന്നാ മതി. കൈച്ചയിനും ഒരു കെട്ട് കാശുമായിട്ട് ചെന്ന് കഴിഞ്ഞ് ഒരു നേരിയതും കൂടെ കൊണ്ട് പോതച്ചാ നിങ്ങളെ അതാണ് ഈ ആഠ്യത്വം. ആഠ്യത്വം ഹൃദയത്തിലല്ലേ ആശാനെ വേണ്ട. ശരിക്കും പറഞ്ഞ ഇതിനകത്ത് വരേണ്ടത് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലഘട്ടം വരുമ്പോ ഈ പറയുന്ന ആദിവാസിപരമായിട്ടുള്ള താഴ്ന്ന ജാതിക്കാരുടെ കാല് പിടിക്കാനായിട്ട് ഉന്നത ജാതിക്കാർ ചെല്ലേണ്ടി വരും ഉറപ്പായിട്ട്. തീർച്ചയായിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവരുടെ കളിയൊന്നും നടക്കില്ല. പിള്ളേർ അവരും പഠിച്ചു തുടങ്ങി. കാരണം മൂർത്തികൾ സ്വയം ശക്തി ആർജിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം ഈ പറയുന്ന വിഷ്ണുമായ എന്ന് പറയുന്ന ചാത്തൻ എന്ന് പറയുന്ന മൂർത്തി കേരളത്തിൽ തൃശ്ശൂര് കിടന്നു വെച്ചാൽ ഈ മൂർത്തി, പാലക്കാട് തൃശ്ശൂർ ബോർഡറിൽ കിടക്കുന്ന ഈ മൂർത്തി ഇപ്പം എന്തുകൊണ്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും മഠങ്ങളായിട്ട് വന്നു? എന്തുകൊണ്ട് അവിടെ പോയി പഠിക്കാൻ തുടങ്ങി? ഈ ചാത്തൻ എന്ന് പറഞ്ഞ ശാസ്താവ് എന്നുള്ളത് തിരിച്ചറിവ് ആളുകൾക്ക് മനസ്സിലായത് കൊണ്ടാണ്. അയ്യപ്പൻ തന്നെയാണ് ചാത്തൻ എന്നുള്ളതും ചാത്തൻ തന്നെയാണ് അയ്യപ്പൻ എന്നുള്ളതും തിരിച്ചറിവ് മനസ്സിലാക്കി, അതിന് ശക്തിയാണെന്നുള്ളത് മനസ്സിലാക്കി. ആദിമപരമായിട്ടുള്ളതിനാണ് ശക്തി. അന്നേരം അതിലേക്ക് വന്നത് കൊണ്ടാണ് അത് പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ കർമ്മവേദിയിലേക്ക് പോയിട്ട് അവിടുന്ന് കാര്യസാധ്യത നടക്കുന്നത്. പിന്നെ ഇതുകൊണ്ട് കുറച്ച് പേര് ബിസിനസ്സിൽ കാശുണ്ടാക്കുന്നുണ്ടാവും, അതിലൊന്നും അതിനകത്ത് കാര്യങ്ങളൊന്നുമില്ല. അത് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൽ കാശുണ്ടാക്കണം. ഇപ്പോൾ പെരുങ്കോട്ട് പനയാണെങ്കിലും കാശുണ്ടാക്കണം എന്ന് പറയാൻ പറ്റും. ശബരിമല വരുന്ന ഒരു ദിവസത്തെ വരുമാനം അവിടെ ചിലപ്പോൾ 5 വർഷം കൊണ്ടായിരിക്കും കിട്ടുന്നത്. ഈ ഒരു വർഷത്തെ സ്വർണ്ണപ്പാളികളും സ്വർണ്ണ കോയിനുകളും ഒക്കെ കൊണ്ടുവന്ന് വാതിവെപ്പിൽ വരുന്ന കോയിന് ഞാൻ പറയാം ഇതൊന്നും ഇടരുത് എന്നാണ്. ഇതൊന്നും ചെയ്യരുത്, അവിടെ വേണ്ടത് ചെയ്യരുത്. കാരണം അതൊന്നും ഭഗവാനെന്നല്ല, അമ്പലത്തിലേക്ക് കിട്ടുന്നു. ഇതെല്ലാം സിനിമാ നടന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും പൂജാരിമാരെന്ന് പറയുന്നത് തന്ത്രിമാരുടെ വീട്ടിലേക്കാണ്. അവിടെ ഇരുന്ന നേരത്തെ ഒരു തന്ത്രിയല്ലേ ഒരു പെണ്ണ് കേസിൽ പെട്ട് ജയിലിലായി, പിന്നീട് അദ്ദേഹം അന്തരിച്ചു പോയി എനിക്ക് തോന്നുന്നു.
തിരിച്ചോന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ഉണ്ടല്ലോ കണ്ടല് അദ്ദേഹം പുതിയ തന്ത്രി ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാ തന്ത്രിമാരും വലിയ ഉന്നത പഠനപരമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുടുംബക്കാർ മാത്രമേ ഉയരുള്ളൂ. അതായത് അവിടുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിന്റെ ഇപ്പൊ ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രത്തിന്റെ അവിടുത്തെ കുറച്ച് നോക്കി നടത്തുന്നതായിട്ട്, അതായത് പുറം കാര്യങ്ങൾ മാത്രം നോക്കി നടത്താനായിട്ട് ട്രൈബൽസ് ആദിവാസികൾക്ക് കുറച്ച് ജോലി കൊടുത്തിരുന്നെങ്കിൽ പവിത്രമായിട്ട് കിടന്നില്ല. ഏതാണ്ട് അകത്തെ കാശൊക്കെ ഇവർ പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്തില്ലേ അതിനകത്ത്? പൂർണ്ണമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളറ് വെച്ച് കഴിഞ്ഞാൽ ഇത് താഴ്ന്ന ഏറ്റവും താഴ്ന്ന കാട്ടി കിടക്കണവനെ പിടിച്ച് വീട്ടിൽ. ശരിക്കും അവിടുത്തെ പ്രതിഷ്ഠയുടെ കളർ എന്തായിരുന്നു? ശരിക്കും കറുപ്പാ, കരിങ്കല്ലിലുള്ള പ്രതിഷ്ഠയായിരുന്നു. അത് മാറ്റി ഇപ്പൊ സ്വർണം പൂശുന്നു, ദ്വാരപാലകർക്ക് സ്വർണം പൂശുന്നു, അത് പൂശി മറ്റുള്ളവർ അടിച്ചു മാറ്റിക്കൊണ്ടു. എല്ലാവരുടെയും വീട്ടിൽ വെച്ചിട്ട് അവിടെ ആളുകൾ അടുക്കി വെച്ചിരിക്കും. ശബരിമല വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് മനസ്സിലായി. കാശുള്ളവന്റെ വീട്ടിൽ ശബരിമല വരും. അതാണ് ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സാധാരണക്കാർക്ക് ഒരിക്കലും അനുഗ്രഹം കിട്ടിയാലെന്ന് പറഞ്ഞത് എന്നുവെച്ചാൽ അവൻ അതിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ സമ്മതിക്കുക. അതെ, ഇപ്പൊ കാശുള്ളവൻ നേരിട്ട് അനുഗ്രഹം മേടിക്കും. സത്യത്തിൽ ദൈവം അങ്ങനെ അനുഗ്രഹം നേരിട്ട് അവർക്ക് കൊടുക്കും? ഒരിക്കലും ശരിക്കും ഉന്മൂലനാശനം എന്നാ പറയുന്നത്. ഇപ്പൊ ഇനി പറയുന്ന ഇതിന്റെ നാശം അവിടെ ചാത്തനെ തൊട്ടിട്ടുണ്ടെങ്കിൽ, ആ ശാസ്താവെന്ന് പറയുന്ന ചാത്തനെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എണ്ണി കണക്ക് പറയേണ്ടി വരും. അത് കാന്താര സിനിമയിലായാലും ബ്രഹ്മയുഗത്തിലായാലും ഈ ചാത്തനെ തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ, അറിയാൻ മേലാതെ കയറി തൊട്ടിട്ടുണ്ടെങ്കിൽ ഇരുതല മൂരിയാണ് ഈ സാധനം. അറിയാൻ മേലാതെ പിടിച്ച എവിടെയും മുറിയും സാധനം. അത് വളരെ അപകടത്തിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഓരോ ഭാഗങ്ങളാണ് മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഇതെല്ലാം ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ ദുരിതങ്ങൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. പമ്പയിൽ കൂടെ ഒഴുകുന്ന വെള്ളം മലിനമാണ്. അതൊന്ന് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. എന്ത് കാശ് വരുന്ന അമ്പലമാണ് അത്. ആർക്കെങ്കിലും ഒരു ഭക്തന്റെ അടുക്കൽ പറഞ്ഞ അവൻ ചെയ്തോളൂ. ഓരോ ഭക്തന്റെ അടുക്കലും പറയാണ് അവിടത്തേക്കുള്ള ഒരു വർഷത്തേക്കുള്ള പൂജാതി സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ഭക്തൻ ചെയ്യുള്ളൂ. ഭക്തന്മാരാണല്ലോ അവനിപ്പം കോടീശ്വരനാക്കി വെച്ചിരിക്കുന്നത്. അയ്യപ്പനെ അല്ല, അവിടുത്തെ പ്രവൃത്തി ജീവനക്കാരന് അരവണ ഒരു സമയത്ത് ഷോർട്ടേജ് വന്നു. അരവണ ഷോർട്ടേജ് 2 കൊടുക്കുകയുള്ളൂ. അപ്പുറത്തെ ആളുണ്ട്. അതൊക്കെ പളനിയില് എത്രണ്ണം വേണം? അവിടെ ഉണ്ട്. അവിടെ ബിസിനസ് ഇല്ലെന്നില്ല, പക്ഷെ അവിടെ നല്ല ബിസിനസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ അവിടെ ജനങ്ങൾക്ക് കൂടെ അവർ പ്രാധാന്യം കൊടുക്കുന്നു. ജനങ്ങൾ ഇല്ലെങ്കിൽ പളനിയപ്പൻ ഇല്ല. കഴിഞ്ഞാൽ അവിടെ ശരിക്കും പറഞ്ഞ 3-4 ക്യൂ. മൊബൈൽ നിരോധിച്ചല്ലോ ഇപ്പൊ. ആണ്, അതിനകത്ത് കയറ്റത്തില്ല. ഫോട്ടോ എടുപ്പ് തീർന്നു. ഫോട്ടോ എടുക്കാൻ പാടില്ല അവിടെ, പൂർണ്ണമായിട്ട് നിരോധിച്ചത്. അതിന് മാത്രമല്ല അവിടെ 3 ക്യൂ ഉണ്ട് ആദ്യം കാണാൻ. പക്ഷെ ഇതെല്ലാം ചെല്ലണത് നേരെ തന്നെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 3 ഗ്രില്ലാണ്. ഗ്രില്ലിന്റെ അപ്പുറത്ത് ഇരിക്കണം. ഭഗവാന് കാശ് കൂടുതലുള്ളവനും VIP ആയിട്ടുള്ള ആൾക്കാർക്കും മാത്രം ഫ്രണ്ടിൽ ചെന്ന് പോകാനുള്ളത്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല ഇതിന്റെ ശക്തി എന്നാണ്. എന്തുകൊണ്ടാണ് വർഷം തന്ത്രിമാർ അവിടുത്തെ പൂജാരിനെ മാറ്റണത്, കുറിയുന്നത്? അതെന്തിനാണ്? അല്ലെ ഉണ്ടാകില്ല. 2 ടൈമോ 3 ടൈമോ ഒന്നും ഇരിക്കല. ഇവര് ചെയ്യണ കർമ്മത്തിനൊന്നും ഉണ്ടാകില്ല. ഇവര് പൂജിക്കുന്ന പൂജാതി രീതിയിലൊന്നും അല്ല ആദിമ പൂജ നടത്തിയിരുന്നത്. ഇപ്പൊ ഇത് മണ്ഡലകാല മകരവിളക്ക് ആദിവാസികൾ കത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ KCB മറ്റവരും മറിച്ചവരും വഴിയെ പോണവരാണ് മകരവിളക്ക്. ഇപ്പൊ അത്രക്ക് അതപ്പതിച്ചെന്നുള്ളതാണ്. അതപ്പതിപ്പിച്ച്, അതായത് വിശ്വാസം ഇല്ലാത്തവര് കയറി ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഒരു എത്ര വലിയ കൊട്ടാരാണെങ്കിലും അത് നശിപ്പിക്കും. ശരിക്കും വൈറസാണ് കൊറോണ വൈറസ് എന്ന് പറഞ്ഞുകൊണ്ട്. വിശ്വാസം ഇല്ലാത്തവർ ഒരു നല്ലൊരു വരുമാനം കിട്ടുന്നിടത്തേക്ക് കയറി കഴിഞ്ഞാൽ അത് പോക്ക്. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അറിഞ്ഞും കണ്ടും വേണം മൂർത്തികളുടെ അടുക്കൽ നമ്മൾ നിൽക്കാൻ. അവർക്ക് വേണ്ടത് കൊടുക്കുക. അല്ലാതെ കുറേ ധനം കൊണ്ട് അങ്ങോട്ട് ചൊരിഞ്ഞു കൂട്ടിയിട്ടിട്ട് കാര്യമില്ല. അവിടെ വേണ്ട പോരായ്മകൾ തിരക്കിയിട്ട് അവിടെ ഇനി എന്നാ ചെയ്യണം ആ ചെയ്തു കൊടുക്കുക. അന്നേരം കുറേ പ്രശ്നങ്ങൾ തീരും അവിടെ. അല്ലാതെ ധനം, അമിതമായിട്ടുള്ള ധനങ്ങളാണ് അവിടെ ഏറ്റവും. ധനം മാത്രമല്ല, സ്വർണങ്ങളും കല്ലുകളും രത്നങ്ങളും എല്ലാം വരുന്നുണ്ട് അവിടെ. ഇതൊന്നും വല്ലതും പുറത്ത് വരുന്നത് വല്ല കണക്കും ഉണ്ടോ? ഒന്നും കണക്കില്ലാത്തതുകൊണ്ടാണല്ലോ കൈയിട്ട് വരുന്നത്. എന്തായാലും ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും ശാസ്താവായാലും ചാത്തനായാലും തീർച്ചയായിട്ടും ഇതിനൊക്കെ തിരിച്ചടി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.